അട്ടപ്പാടിയും വയനാടൊന്നും അങ്ങനെയല്ല. അതിനേക്കാളും കൂടുതലുള്ളത് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ഈ ജില്ലകളൊക്കെ ദാരിദ്ര്യം ശരിക്കും ഉണ്ട്. തിരിച്ച് കണ്ണൂരും മലപ്പുറമൊക്കെ നമുക്ക് സങ്കടം തോന്നും. കണ്ണൂർ ജില്ല നമ്മളെയൊക്കെ സംബന്ധിച്ച് സ്വപ്നഭൂമിയാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രമൊക്കെയാണ്. പക്ഷേ 40 വർഷമായിട്ട് അവിടുത്തെ മുഴുവൻ പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. മുഴുവൻ പഞ്ചായത്തുകളും കോൺഗ്രസിൻ്റെ വല്ല 10-20 പഞ്ചായത്ത് കാണും. ബാക്കി 70-80 പഞ്ചായത്തുകൾ അവരാ ഭരിക്കുന്നത്. അങ്ങനെയുള്ള പഞ്ചായത്തുകളിലെ കോളനികളിൽ പോയാൽ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം തോന്നും. ഞാൻ അവിടെ പോയി ഒരു കോളനിയിൽ, അത് ഇരിട്ടി അടുത്ത പണിയ കോളനിയാണ്. കിണറുണ്ട്. ആ കിണറ്റിൻ്റെ ചുറ്റും നിന്നിട്ടാണ് ഇപ്പോഴായിട്ടാണ് എല്ലാവരും കുളിക്കുന്നത്. പുരുഷന്മാർ കുളിക്കും, സ്ത്രീകളും കുളിക്കും. അത് ഒന്ന്. അവിടെ നോക്കുമ്പോൾ കക്കൂസും ഒന്നും ഇല്ല എല്ലാ വീട്ടിലും. അപ്പോൾ കോമൺ ആയിട്ട് 1-2 ഉണ്ട്. അതിങ്ങനെ ചവിട്ടി പൊളിച്ചിട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ പോകും. വീടുകൾ പകുതി പണിത വീടുകളാണ് മുഴുവൻ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പഴശ്ശി ഡാമുണ്ട്, ആ പഴശ്ശി ഡാമിൻ്റെ സൈഡിലായി കോളനി, ഈ പറഞ്ഞ കോളനി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര ദുഃഖമാണ് ശരിക്കും. അത് ദാരിദ്ര്യമുണ്ട്. പിന്നെ മദ്യപാനത്തിൻ്റെ രൂക്ഷമായ എഫക്റ്റ് ഉണ്ട് അവർക്ക്. അത് ഞാൻ അവരുടെ ഇതിന് വിടുവാണ്. പക്ഷെ അല്ലാത്ത ദാരിദ്ര്യമുണ്ട്. ഭക്ഷണം കിട്ടായി, അരി കിട്ടായി. ഇപ്പം റേഷൻ കിട്ടുന്നുണ്ടെങ്കിലും റേഷൻ കടയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർക്ക് മിസ് ചെയ്യാറുണ്ട്. അത് അവിടുത്തെ റേഷൻ കടക്കാരൻ മറിച്ച് വിൽക്കുമോ. ഇതൊക്കെ എല്ലാ നാട്ടിലും നടക്കുന്നേക്കാളും കൂടുതൽ അവിടെ നടക്കും. കാരണം ആരും ചോദിക്കാനൊന്നുമില്ല. അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഇല്ലായുണ്ട്. ക്ലാസ്സിൽ പോകാത്തതും സ്കൂളില്ലാത്തതും സ്കൂളിലെ അസൗകര്യങ്ങളും പിന്നെ ഈ മൃഗങ്ങളുടെ അസൗകര്യങ്ങളും അതൊക്കെ കണ്ണൂരും മലപ്പുറത്തും വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അതേപോലെയാണ് ഈ വീടില്ലാത്ത പ്രശ്നവും. അപ്പോൾ ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ മുഖം കാണുന്ന 2 ജില്ലയാണ് കണ്ണൂർ ജില്ലയും ഈ പറഞ്ഞ മലപ്പുറം ജില്ലയും.